ഈ ഒരു സംഭവം അനുഭവിച്ചിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ അതിനൊന്ന് മനസ്സിൽ കണ്ടിട്ട് വീണ്ടും നീ എഴുതിയ സംഗതി ജസ്റ്റ് നീ ഒന്നും കൂടി ഒന്ന് ചിന്തിച്ച് നോക്ക്. അതിക്രമിച്ചിട്ടുള്ള നോട്ടം പോലും സ്പർശനം പോലും പീഡനമാണെന്നുള്ള പറയുന്ന കാലത്ത് അഖിൽ മാരാരെ പോലെ ഇത്ര ഏത് തരം പീഡനം ആ ചുരുങ്ങിയ സ്ഥലത്ത് സാധ്യമാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആ സ്ത്രീ വെറുതെ പറയുകയാണെന്നാണ്. എനിക്ക് അഖിലിൻ്റെ സംസാരം കേട്ട സമയത്ത് എനിക്ക് ഇവനിപ്പോൾ ഈ ആ ഒരു ഇരയെ അപമാനിക്കുക ചെയ്തിട്ടില്ല. ഇവൻ്റെ ലൈവിൽ ആ നടിയുടെ പേര് വിളിച്ച് പറഞ്ഞു. ഞാനത് കേട്ടു. ഞാൻ അതിനെക്കുറിച്ച് സംസാരം ചെയ്തിട്ടില്ല. നമ്മളായിട്ട് ആ ഒരു സ്ത്രീ അനുഭവിച്ച സംഭവത്തിന് ഇത്ര അധികം കളിയാക്കി പറയുന്ന അത് ഒരിക്കലും അഖിൽ മാരാരെ പോലെ ഒരു വ്യക്തിയുടെ വായിക്ക് എല്ലാ കഴിവുകളും ഉണ്ട്, ഞാൻ മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഡ്ഢിയാണ്. അത് കാലം തെളിയിക്കുമെന്ന് അതുപോലും പറയാൻ എനിക്ക് ഞാനങ്ങനെ പറയുന്ന വ്യക്തിയല്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് കാലം അത് തെളിയിക്കാതിരിക്കട്ടെ അഖിൽ മാരാരെ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നോക്കൂ, നടിയെ ആക്രമിച്ച കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു. 7, 8 മെയിൻലി 8 ദിലീപ്. ഇതിലൊന്നും പങ്കില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ വിട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും അനുകൂലിച്ചിട്ടും പ്രതികൂലിച്ചിട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. കമൻറ്റുകളിലൂടെയും വീഡിയോകളിലൂടെയും ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെയൊക്കെ പലരും പ്രതികരിക്കുന്നുണ്ട്. ഇതിന് വളരെ ശ്രദ്ധേയനായിട്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്തിട്ട് സ്വന്തം കൂടപ്പറപ്പ് പോലും എനിക്ക് തോന്നുന്നു സ്വന്തം കൂടപ്പറപ്പിനോട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആത്മാർത്ഥത്തോടുകൂടി ദിലീപിനെ സപ്പോർട്ട് ചെയ്തിട്ട് വലിയൊരു സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗത്തിൻ്റെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. അഖിലിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ കുറേ കാലങ്ങളായിട്ട് അഖിലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 6 മുതൽ 5 മുതൽ അഖിലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ബിഗ് ബോസിൽ വന്ന സമയത്ത് എനിക്ക് അഖിലിനെ ഇഷ്ടമായിരുന്നില്ല. ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ ഞാൻ അഖിലിൻ്റെ ഫാനായി മാറി. അഖിലിന് വേണ്ടി ഒരുപാട് സംസാരിച്ചാണ്. എനിക്ക് പ്രത്യേകിച്ച് അഖിലിൻ്റെ സംസാരം ഭയങ്കര ഇഷ്ടമാണ്. പല കാര്യങ്ങളിലും യോജിപ്പ് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ വിയോജിപ്പ് തോന്നിയ വിഷയങ്ങളുണ്ടായിട്ട് ഞാൻ വളരെ കൃത്യമായിട്ട് എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് അഖിലിനോട് ഒരു വിരോധം എന്നല്ല പറയുക, ഒരു വിയോജിപ്പ് എന്താണെന്നറിയോ? അഖിൽ പിടിച്ച മുയലിന് 18 കൊമ്പെന്ന് എങ്ങനെയാണ് പറയുക എന്നുള്ള അറിയില്ല. അങ്ങനെ പറയില്ലേ? അതായത് ഞാൻ മാത്രം അഖിലിൻ്റെ ഒരു വിചാരത്തിൽ നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്ന കേട്ടോ. പക്ഷേ ചിലപ്പോൾ മനസ്സിൽ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് ആ മനസ്സ് കാണാൻ അറിയില്ലല്ലോ. പക്ഷെ എന്നാലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാണ് ശരി, അല്ലെങ്കിൽ ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി. മറ്റുള്ളവർ ശരിയല്ല എന്ന് കൂടിയല്ല, എതിർത്ത് സംസാരിക്കുന്നവർ അല്ലെങ്കിൽ എതിരഭിപ്രായമുള്ള ആൾക്കാർ, എതിരാശയമുള്ള ആൾക്കാർ വിഡ്ഢികളാണ്, കഴുതകളാണ്, ഒന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് അഖിൽ എടുക്കുന്നത്. ഇത് അഖിലിൻ്റെ സംസാരത്തിലാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിലാണെന്നുണ്ടെങ്കിലും പലപ്പോഴായിട്ട് വളരെ പ്രകടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ഇപ്പോൾ ദിലീപിനെ വെറുതെ വിട്ട ശേഷം പല ഫേസ്ബുക്ക് പോസ്റ്റുകളും അഖിലിടുന്നുണ്ട്, തുരുതുരയിലിടുന്നുണ്ട്, പലർത്തും സംസാരിക്കുന്നുണ്ട്. എല്ലാം ദിലീപിനെ ന്യായീകരിച്ചുകൊണ്ടാണ്. അയാൾക്ക് അയാളുടേതായ പോയിൻറ്റ്സ് പറയാണ്ടായിരിക്കാം. ദിലീപിനെ അടുത്തറിയുന്നൊരു വ്യക്തിയാണ്. അയാൾ വിശ്വസിക്കുന്നുണ്ട് ദിലീപ് ഇതിലൊന്നും കുറ്റക്കാരനല്ല എന്നുള്ളത് അയാൾ വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതിനുവേണ്ടി ശക്തമായിട്ട് വാദിക്കുന്നുണ്ട്. എല്ലാവരും അയാളെ പ്രതിക്കൂട്ടിൽ കയറ്റുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നുണ്ട് ഫേവേഴ്സ് പറ്റിയിട്ടാണ് അഖിൽ ഇതൊക്കെ ചെയ്യുന്നത് പറയുന്നുണ്ട്. അതൊക്കെ അയാളുടെ ഇഷ്ടം. എന്തായാലും 2 ദിവസം മുന്നേ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം 2 ദിവസം മുന്നേ അഖിൽ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ളൊരു പോസ്റ്റ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ വളരെ മോശമെന്ന് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മോശം എന്ന് എനിക്ക് തോന്നി. അഖിലിനത് മോശമായിട്ട് തോന്നിയത് കൊണ്ടാണല്ലോ ഡെഫിനറ്റ്ലി അതിനുള്ളൊരു ന്യായീകരണം കൂടിയായിട്ട് വന്നിട്ടുള്ളൂ. മോശമല്ല, അത് ശരിയായില്ല എന്നുള്ളൊരു സംഭവം തോന്നിയത് കൊണ്ടാണ് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇത് പലരും ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ അഖിൽ മാരാരെ സംബന്ധിച്ച് പ്രത്യേകത എന്താണെന്നറിയോ? ഒരു ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞ പോലെ നാക്ക്, അത് അധികം ആൾക്കാർക്കും കിട്ടാത്തൊരു സാധനം, ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റോട് കൂടി കൊടുത്തിട്ടുള്ള ഒരാളാണ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് അഖിൽ മാരാർ. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം വന്നു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആൾക്കാരെന്ന് വെച്ചാൽ എനിക്ക് തെറ്റ് പറ്റിപ്പോയി അല്ലെങ്കിൽ മാപ്പ്, ഇതിൻ്റെ തന്നെ കാരണങ്ങളാണ്. പക്ഷേ അഖിലിൻ്റെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കണ്ടിടത്തോളം അഖിലിൻ്റെ വന്ന് ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. പക്ഷേ അഡ്മിറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഈ പറഞ്ഞ കാര്യങ്ങളെ ഭയങ്കരമായിട്ട് ന്യായീകരിച്ച് നിൽക്കാനും ആ ന്യായീകരിച്ച് നിൽക്കുന്ന സംഗതിയിൽ ഉറച്ചു നിന്ന് അതിന് വീണ്ടും ന്യായീകരിച്ച് ഉരുണ്ട് എങ്ങനെയെങ്കിലും ഒരു കരയ്ക്ക് സൈഡിലേക്ക് എത്തിക്കാം. ഈ സൈഡിലേക്ക് എത്തിക്കുന്നത് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ മറുവിഭാഗം അവിടെ സംസാരിക്കാൻ, അയാളുടെ അത്ര സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാർ വളരെ കുറച്ചാണ്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചാണ്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ ആ ഒരു ചർച്ചയുടെ ആ ഒരു കോണ്ടെക്സ്റ്റ് അവസാനിച്ച് പോകുന്നൊരു സിറ്റുവേഷനാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്.
പക്ഷെ അപ്പോൾ ഒരു ബ്ലെസ്സിങ് ഉള്ളൊരു വ്യക്തിയാണ്. അതായത് നാക്കിൽ നമുക്ക് സംസാരിക്കാൻ നല്ല കഴിവുള്ള ഒരാളാണ്. പക്ഷേ ഈ സംസാരിക്കാനുള്ള കഴിവ് നമ്മൾ എന്ത് സംസാരിക്കണം എന്നല്ല, എവിടെ കൊണ്ട് നിർത്തണം, എവിടെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടത്, ആ ബൗണ്ടറി എവിടെ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു മനുഷ്യനെ ഈ പുലിവാലുകളിൽ നിന്ന് ഒഴിവാക്കുക. സാധാരണ ഒരു മനുഷ്യൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ അഖിൽമാരാരുടെ കേസിൽ ഇപ്പോൾ ഈ പുലിവാലാണെങ്കിൽ കൂടി അതിനെപ്പോലും ഒരു പോസിറ്റീവ് രീതിയിലാക്കി മാറ്റാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് വളച്ചൊടിക്കാൻ നല്ല രീതിയിൽ കഴിവുള്ള ഒരു വ്യക്തിയാണ് അഖിൽമാരാർ. അപ്പോൾ അഖിൽ 2 ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കുറച്ച് ലെങ്തി പോസ്റ്റാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ദിലീപിന് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാണ് എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പോസ്റ്റ്. പലരുടെയും സംശയങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, 2 കാര്യം. ഇതിൽ രണ്ടാമത്തെ ഒരു പോയിൻ്റാണ് എനിക്ക് ഒന്നും കൂടി പറയാനുള്ളത്. പക്ഷേ ഫസ്റ്റ് പോയിൻ്റ് ഒന്ന് വായിക്കാം. ഇതെന്തുകൊണ്ടാണ് പറയാൻ വെച്ചാൽ ഈ അഖിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പലരും അല്ല, ശോഭ വിശ്വനാഥ്, റിയ സലീം, പഴയ ബിഗ് ബോസിൻ്റെ എതിർ കക്ഷികൾ ഇത് ഭയങ്കര രീതിയിൽ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്. നമുക്കത് ചർച്ച ചെയ്യാം, അവരെന്താ അതിനെക്കുറിച്ച് പറയുന്നത്. എനിക്കും ഈ ഒരു കാര്യത്തിൽ പലപ്പോഴും അഖിലിനെ സപ്പോർട്ട് ചെയ്തെങ്കിലും ഈ ഒരു കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട്. ഞാൻ പേഴ്സണലി അഖിലിൻ്റെ ഈ പോസ്റ്റ് കണ്ട സമയത്തെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താ അറിയോ, അഖിൽ ഇരയാക്കപ്പെട്ട നടിയെ മാത്രമല്ല സ്ത്രീകളെ, സഹോദരിമാരെ, അമ്മമാരെ, പെൺമക്കളെ അടച്ചിട്ട്, പ്രത്യേകിച്ച് അവർക്ക് ഉണ്ടാവുന്ന ഈ ഒരു പീഡനം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തിനെ അടച്ചാക്ഷേപിച്ച് കളിയാക്കുന്ന രീതിയിലൊരു പോസ്റ്റ് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതിനെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാത്ത വിഡ്ഢികൾ അല്ലെങ്കിൽ മന്ദബുദ്ധികളെന്നോ വിഡ്ഢികൾ എന്നൊക്കെ രീതിയിൽ ആൾക്കാരെ തിരിച്ച് സംബോധന ചെയ്തിട്ടാണ് ഈ അഖിൽ സംസാരിച്ചിട്ടുള്ളത്. ഈ പോസ്റ്റ് ഇങ്ങനെയാണ്: പൾസർ സുനി ആരും പറയാതെ എന്തിനു ചെയ്തു, അതായത് ഒറ്റയ്ക്ക് ചെയ്തതാണെന്നാണ്. ഓക്കെ, അതെന്താ പീഡിപ്പിക്കാൻ ആരെങ്കിലും പറയണം എന്ന നിർബന്ധം മലയാളികൾക്ക് എന്ന് തൊട്ടാണ് വന്നത്. ഒരു ക്രിമിനൽ, അയാൾ ഇപ്പോൾ കൊലപാതകമാണെന്ന് വിചാരിക്കുക, അയാൾ കൊലപാതകം ചെയ്യുന്ന ആ ഒരു മാർക്കറ്റിൽ ന്യൂസ് മിനിറ്റ് എന്ന് പറഞ്ഞൊരു ചാനലിൽ അവർ ഈ പൾസർ സുനിയുടെ ഇൻ്റർവ്യൂ എടുത്ത കുറച്ച് പ്രസക്ത ഭാഗങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം കേട്ടോ. അത് പേപ്പർ ഇൻ്റർവ്യൂ ആണ്, വീഡിയോ അല്ല. അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അതിൽ സുനി പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ, ഈ ഒരു കുറ്റകൃത്യങ്ങളുടെ ഈ ഒരു ലോകത്ത് ഒരു പ്രശസ്തി ആർജിക്കാനും അയാളിലേക്ക് കൂടുതൽ ആൾക്കാരെ എത്താനും വേണ്ടിയിട്ട് എത്രത്തോളം ക്രൂവലായിട്ടുള്ള കൃത്യങ്ങൾ ഒരു വ്യക്തി ചെയ്യുമോ, എത്രത്തോളം റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു വ്യക്തി ചെയ്യുമോ, അത്രത്തോളം അയാളുടെ മാർക്കറ്റ് വർദ്ധിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നുള്ള അയാൾ അഡ്മിറ്റ് ചെയ്ത സംഭവമാണ്. അപ്പോൾ അതെന്താ പീഡിപ്പിക്കാൻ ആരെങ്കിലും പറയണമെന്ന നിർബന്ധം മലയാളികൾക്ക് എന്ന് തൊട്ടാണ് വന്നത്. പീഡനം നമ്മൾ എവിടെയും ഇത്രയും കാലം കേൾക്കാത്തൊരു സംഭവമാണ്, റേപ്പിനുള്ള കൊട്ടേഷൻ അല്ലേ? അങ്ങനത്തെ ഒരു സംഭവം അത്രയും അത് കൊടുക്കുന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അതിലേറെ വലിയൊരു നീചൻ എന്നുള്ളത് പറയാനില്ല. പ്രത്യേകിച്ച് ദിലീപിൻ്റെ ഒരു കാര്യത്തിൽ പണ്ട് മുതലേ എങ്ങനെ പറയാനുള്ള കാര്യത്തിൽ വെച്ചാൽ നമ്മൾ പറയില്ലേ, നിനക്കുണ്ട് 2 പെൺമക്കൾ, അങ്ങനെയല്ലേ പറയാം, നിനക്കുണ്ട് കേട്ടോ പെൺകുട്ടികൾ, നിൻ്റെ വീട്ടിലുണ്ട് സ്ത്രീകൾ എന്ന് പറയും അല്ലേ? അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ എത്രത്തോളം നീചനാണെന്നുള്ളത് നമുക്ക്, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് ചർച്ചയായിട്ടുള്ളത്. എന്തായാലും കോടതി വിധിയെ മാനിക്കുന്നു, അന്തിമ വിധിയല്ല. ഇനിയും ഇവിടുന്ന് മേൽക്കോടതികളുണ്ട്. അഖിൽ വളരെ കൃത്യമായിട്ട് ഈ പോസ്റ്റ് പറയേണ്ടത് എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ളത് കാത്തിരുന്ന് കാണാൻ തന്നെ അതിലൊന്നും പറയാനുള്ളൂ. ഇപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇത്രയും വളരെ കൃത്യമായിട്ട് ആധികാരികമായിട്ട് അഖിൽ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൂഫോ പരിപാടികളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് അഖിലിന് തന്നെ ബോധ്യം ഉണ്ടായിരിക്കും ഇത് എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അതെന്താ പീഡിപ്പിക്കാൻ ആരെങ്കിലും പറയണമെന്ന് നിർബന്ധം മലയാളികൾക്കുണ്ടോയെന്ന് വെച്ചാൽ ഈ ഒരു കേസിൻ്റെ സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ സ്വഭാവമുള്ളൊരു വ്യക്തിയെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് അയാളും പറഞ്ഞിട്ടുള്ളത്. പൾസർ സുനി മുൻപേ ഇതേ കാര്യം ചെയ്തിട്ടുണ്ട്. നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി 5 ലക്ഷം രൂപ, ഇതൊക്കെ പോട്ടെ. രണ്ടാമത്തെ സാധനമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി യോജിക്കാൻ കഴിയാത്തതും കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ളതും. നടിയെ പീഡിപ്പിച്ചത് ടെമ്പോ ട്രാവലറിൽ എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. ഞാനതല്ല കരുതിയിരിക്കുന്നത്. എന്നോട് കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും അതല്ല കരുതിയിരിക്കുന്നത്. കാരണം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം, നാം മനസ്സിലാക്കുന്നത്. എന്നാലും അങ്ങനെ കരുതിയവരുണ്ടെന്ന് വിചാരിക്കാം. നടിയെ പീഡിപ്പിച്ചത് XUV 500 എന്ന കാറിൽ വെച്ചാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൻ്റെ പിൻസീറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ തന്നെ. ഇവിടെയാണ് ഈ ഒരു വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തി അഖിലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഞാൻ പറയാൻ പാടില്ല, പക്ഷേ അവനവൻ്റെ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക, അവിടെയുള്ള ആൾക്കാരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. വളരെ ഗൗരവമായിട്ട് പറയുന്നൊരു കാര്യമാണ് കേട്ടോ. ഈ ഒരു പോസ്റ്റ് വായിച്ച സമയത്ത് ഇതിനൊരു ന്യായീകരണമായിട്ട് അഖിൽ വന്നിട്ടുണ്ട്. അതിലും ഈ പറഞ്ഞ മാതിരി എന്തൊക്കെയോ വിളിച്ച് പറയണം. അതായത് ആ സ്ത്രീ അത്രയധികം അനുഭവിച്ചു, ആ നടി, ആക്രമിക്കപ്പെട്ട നടി അത്രയധികം അനുഭവിച്ചു. ഇപ്പോഴും പലരും പല രീതിയിലും പേരില്ലാത്ത രീതിയിലൊക്കെ കമൻറ്റുകളിലൂടെയൊക്കെ അതിനെ ഒരുപാട് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. ഇതും അതിനെ അത്ര മോശമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു പോസ്റ്റാണ്. ഇതിൻ്റെ ന്യായീകരണം അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം.
ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൻ്റെ പിൻസീറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ തന്നെ കാറിൻ്റെ പിന്നിൽ ഇരയെ പിന്തുണയ്ക്കുന്ന നിങ്ങൾ ഒരു സ്ത്രീയാണെങ്കിൽ ഭർത്താവിനൊപ്പം കൂട്ടുക, പുരുഷനാണെങ്കിൽ ഭാര്യയോടൊപ്പം കൂട്ടുക. വളരെ തെണ്ടി ഡയലോഗാണ് അഖില ഈ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇത്രയും കൂടുതൽ നീ ജസ്റ്റ് മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്ക്. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടല്ലോ അല്ലേ? നീ ഗൂഢാലോചന ഇല്ല എന്നല്ല പറയുന്നത്. നീ ഇപ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നു ഉള്ളൊരു കാര്യം കൊണ്ടാണല്ലോ ഇപ്പോൾ ഇവൻ ദിലീപിനെ എതിർക്കുന്നു ബാക്കിയുള്ളവർ എന്നുള്ള കാര്യം കൊണ്ട് സപ്പോർട്ടായിട്ട് വന്നതാണ്. അങ്ങനത്തെ ഒരു കൃത്യം നടന്നതാണല്ലോ അല്ലേ? ഈ ഒരു വിഷയം അനുഭവിച്ചിട്ടുള്ള, ഈ ഒരു സംഭവം അനുഭവിച്ചിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ അതിനൊന്ന് മനസ്സിൽ കണ്ടിട്ട് വീണ്ടും നീ എഴുതിയ സംഗതി ജസ്റ്റ് നീ ഒന്നും കൂടി ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇവൻ എഴുതിയ സംഭവമാണിത്. ഇപ്പോൾ തന്നെ കാറിൻ്റെ പിന്നിൽ ഇരയെ പിന്തുണയ്ക്കുന്ന നിങ്ങൾ ഒരു സ്ത്രീയാണെങ്കിൽ ഭർത്താവിനൊപ്പം കൂട്ടുക, പുരുഷനാണെങ്കിൽ ഭാര്യയെ ഒപ്പം കൂട്ടുക. എന്താ വീണ്ടും ഡമ്മിട്ട് നോക്കുന്ന പോലെ അത്രയും ലാഘവത്തോടു കൂടി പുച്ഛിച്ചിട്ടാണ് ഇവൻ സംസാരിക്കുന്നത്. വളരെ വളരെ പുച്ഛം തന്നെ. അതായത് അന്ന് രാത്രി ആ കാറിൽ ആ പെൺകുട്ടിക്ക് സംഭവിച്ച സംഭവം റീക്രിയേറ്റ് ചെയ്യാൻ തന്നെയാണ് ഇവൻ പറയുന്നത്. ഇതല്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ വീണ്ടും ഇത് സ്ഥിരം പരിപാടിയാണ്. കയ്യിൽ നിന്ന് വലതും പോകുക. അതാണ് ഞാൻ ആ നാക്ക് ബ്ലെസ്സിങ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുള്ളത്. മനസ്സിലായോ? ഏതു തരം പീഡനം ആ ചുരുങ്ങിയ സ്ഥലത്ത് സാധ്യമാകും എന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുക. എനിക്ക് ഭാഷ ഉപയോഗിക്കാൻ വയ്യ. അത് മാത്രമാണോ പീഡനം ഒരു സ്ത്രീയെ സംബന്ധിച്ച്? നോട്ടം പോലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് പീഡനമാണ് ഇല്ലേ? അതിക്രമിച്ചിട്ടുള്ള നോട്ടം പോലും, സ്പർശനം പോലും പീഡനമാണെന്നുള്ള പറയുന്ന കാലത്ത് അഖിൽ മാരാരെ പോലെ ഇത്രയധികം സംസാരിക്കാൻ കഴിവുള്ളൊരു വ്യക്തി, നല്ലതിനും നമ്മളിപ്പോൾ ന്യൂക്ലിയർ എനർജി നല്ലതിനും ഉപയോഗിക്കാം, നാശത്തിനും ഉപയോഗിക്കാം. ഇതൊരുമാതിരി നാശത്തിന് ഉപയോഗിക്കുന്ന പോലെയാണ് സംസാരം. കംപ്ലീറ്റ് വളരെ മോശമായിപ്പോയി, വളരെ വളരെ മോശമായിപ്പോയി. ഏതു തരം പീഡനം ആ ചുരുങ്ങിയ സ്ഥലത്ത് സാധ്യമാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആ സ്ത്രീ വെറുതെ പറയുകയാണെന്നാണ്. എനിക്ക് അഖിലിൻ്റെ സംസാരം കേട്ട സമയത്ത് എനിക്ക് ഇവനിപ്പോൾ ഈ ആ ഒരു ഇരയെ അപമാനിക്കുക ചെയ്തിട്ടില്ല. ഇവൻ്റെ ലൈവിൽ ആ നടിയുടെ പേര് വിളിച്ച് പറഞ്ഞു. ഞാനത് കേട്ടു. ഞാൻ അതിനെക്കുറിച്ച് സംസാരം ചെയ്തിട്ടില്ല. നമ്മളായിട്ട് വെറുതെ എന്തിനാ അത് ഇൻറ്റൻഷനലി ചെയ്തതല്ല എന്നുള്ളൊറ്റ കാര്യം കൊണ്ട് ആ പരിപാടിയോടെ ഒഴിവാക്കി വിട്ടു. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ലൈവ് പിന്നീട് ട്രിം ചെയ്ത് ഒഴിവാക്കിയത്. വളരെ മോശം. ഏതു തരം പീഡനം ആ ചുരുങ്ങിയ സ്ഥലത്ത് സാധ്യമാകുമെന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്തുക. അല്ല, അഖിലിന് ബോധ്യപ്പെട്ടോ ഏത് തരം പീഡനമാണ്? XUV 500 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാഹനം, സ്കോർപ്പിയോ, എന്തെങ്കിലും ഇന്നോവ, അതൊക്കെ തന്നെയല്ലേ മിഡിൽ സീറ്റ്. ഏത് തരം പീഡനം ഉണ്ടാവുക? ഞാൻ കൂടുതലായിട്ട് ചോദിക്കാത്തതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ആൾക്കാരല്ലല്ലോ, അതുകൊണ്ട് വീട്ടിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ആ ഒരു സ്ത്രീ അനുഭവിച്ച സംഭവത്തിന് ഇത്ര അധികം കളിയാക്കി പറയുന്ന അത് ഒരിക്കലും അഖിൽ മാരാരെ പോലെ ഒരു വ്യക്തിയുടെ വായെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. വേറെ ഏതെങ്കിലും ഒരുത്തം പറയുകയാണെന്നൊന്നും വിഷയമായിരുന്നില്ല. രാത്രിയിൽ എത്ര വെളിച്ചം 2017 ഒരു മൊബൈൽ ക്യാമറയിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ നോക്കുക. അതിൻ്റെ അതൊക്കെ ഉണ്ട്. ഭഗവാനെ, ഉണ്ടാകുമെന്ന് നിങ്ങൾ നോക്കുക. പീഡനത്തിന് വിധേയമാകുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടാൻ ഡ്രൈവറെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക. ഡ്രൈവറുടെ സ്റ്റിയറിംഗ് തട്ടിയാൽ വാഹനം അപകടത്തിൽ പെടുമോ എന്ന് ചിന്തിക്കുക. അപ്പോൾ എന്താ അഖിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ പെൺകുട്ടി ഇതിന് നിന്ന് കൊടുത്തു എന്നാണ് അഖിൽ മാരാരുടെ ഈ ഒരു സംസാരത്തിന് എനിക്ക് പേഴ്സണലി, ഞാൻ വായിച്ച സമയത്ത് എനിക്കത് തോന്നിട്ടോ. നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പൊതുസമൂഹത്തോട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൊതുസമൂഹം പല രീതിയിലും പറയും. എനിക്കത് പെർസീവ് ചെയ്യുന്നത്, തോന്നുന്നത് സ്റ്റിയറിങ്ങിൽ തട്ടിയാൽ പോലെ എന്ന് ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാതെ വഴങ്ങിക്കൊടുത്തു എന്നാണോ അഖിൽ മാരാർ? ഇനിയിപ്പോൾ അങ്ങനെ ഒരു വ്യാഖ്യാനം കൊണ്ടുവരണ്ടോ? എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് നടിയെ ക്രൂരമായി ഉപദ്രവിച്ച് ദൃശ്യം പകർത്താൻ ഉപദ്രവിച്ച് ദൃശ്യം പകർത്താനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് കോടതി സുനിയെ ഉൾപ്പെടെ ശിക്ഷിക്കാൻ. ഇനി സ്വയം ചിന്തിക്കുക, ഇത്രയും വിവരം കെട്ട ഒരു പ്ലാനിങ് 1.5 കോടി കൊടുത്ത് ദിലീപ് ചെയ്യുമോ? ബുദ്ധിയുള്ള ദിലീപിന് ഇതേ കാര്യം റിസ്ക് ഇല്ലാതെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ പോരെ? ഒന്നും പറയാനില്ല. ഇനി ഈ എഴുതിയ സാധനം ഇളിഞ്ഞു കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് ഒന്നുകിൽ അവന് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ ശോഭാ വിശ്വനാഥിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ട്. അഴിക്കകത്തുള്ളവരെക്കാൾ കൂടുതൽ പുറത്തുണ്ട്. കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്നവൻ, ദാറ്റ്സ് ഓൾ പ്രൂവിങ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ശോഭയെ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നില്ല ഒരിക്കലും. നമ്മൾ ബിഗ് ബോസിലാകുമ്പോൾ കേട്ടോ. ഇപ്പോൾ പേഴ്സണലി ഞാൻ അവരുടെ കോണ്ടന്റ് അങ്ങനെ അധികം ചെയ്യാറില്ല. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷെ എന്തായാലും ഇവർ ഈ പറഞ്ഞ കാര്യത്തോട് ഡെഫിനറ്റ്ലി ഞാൻ യോജിക്കുന്നു. ഈ കാര്യത്തിൽ ഞാൻ ശോഭാ വിശ്വനാഥിനോടും റിയാസ് സലീമിനോടും യോജിക്കുന്നു. അഖിൽ മാരാരെ നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഇനി ഇവൻ ന്യായീകരണ പോസ്റ്റുമായിട്ട് വന്നു. 8 വർഷം നീണ്ട വിചാരണ കോടതി വിധി ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഡ്ഢികളാണ് എൻ്റെ എഴുത്ത് വായിച്ച് മനസ്സിലാക്കാൻ
കഴിയും എന്ന് കരുതിയത് കഴിയുന്ന ഞാനാണ് വിഡ്ഢി. നീ വിഡ്ഢിയല്ല, നീ ഭയങ്കര ബുദ്ധിമാനാണെന്ന് സ്വയം വിചാരിക്കുന്നൊരു വിഡ്ഢിയാണ്. അതായത് ബുദ്ധിമാനാണെന്ന് വിചാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമാനാണ്, എനിക്ക് എല്ലാ കഴിവുകളും ഉണ്ട്, ഞാൻ മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഡ്ഢിയാണ്. അത് കാലം തെളിയിക്കുമെന്ന് അതുപോലും പറയാൻ എനിക്ക് ഞാനങ്ങനെ പറയുന്ന വ്യക്തിയല്ല. പക്ഷെ എന്നാലും ഞാൻ പറയണം, കാലം അത് തെളിയിക്കാതിരിക്കട്ടെ അഖിൽ മാരാരെ. കാരണം എന്താണെന്നറിയോ, എതിർപ്പ് പ്രകടിപ്പിച്ച ആൾക്കാരൊന്നും വിവരമില്ലാത്തവർ, എല്ലാവരും വിഡ്ഢികൾ. പീഡനത്തിൻ്റെ ഡെമോ കാണിക്കാൻ ഞാൻ പറഞ്ഞു എന്ന് ഈ കഴുതുകൾ പ്രതികരിച്ച് നടക്കുക. നിൻ്റെ സംസാരം അതന്നെയായിരുന്നു, നീ അങ്ങനെ തന്നെയാണ് അഖിൽ മാരാരെ, നീ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിൻ്റെ സംസാരത്തിൽ നിന്ന് ഇനിയിപ്പോൾ അതിൽ നമ്മളൊക്കെ കഴുതകളായിട്ട് ഉൾപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴുതകൾ എന്നുള്ള നീ വ്യാഖ്യാനിക്കുന്നത്, നീ മാത്രം ബുദ്ധിമാനാണല്ലോ. ഈ കഴുതകളുടെ വായിൽ നിന്ന് കേട്ടോളൂ. നമുക്ക് മനസ്സിലാവുന്നത് പീഡനത്തിൻ്റെ ഡെമോ കാണിക്കാൻ അതല്ലേ പറഞ്ഞത്. ഉടനെ തന്നെ ഭർത്താക്കന്മാരെയും വെച്ച് കയറ്, ഭർത്താക്കന്മാർ ഭാര്യമാരെയും കൊണ്ട് കാറ് കയറ്, എന്നിട്ട് അവിടുന്ന് എന്ത് പീഡനം നടക്കും? ഇത് എന്ത് വർത്താനടോ? എത്ര മോശമായിട്ടാണെന്നറിയോ, എത്ര അധപ്പതിച്ച സംസാരമെന്നറിയോ. അവനാൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ചെങ്കിലും ചിന്തിക്കില്ലേ? ഞാനത് ബാക്കി എനിക്ക് പറയാൻ വയ്യ. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പോയി ദിലീപിനെ ശിക്ഷിക്കാൻ നോക്കുന്ന വിഡ്ഢികളോട് തല കുത്തി മറിഞ്ഞാലും ഈ കേസിൽ മറിച്ചൊരു വിധി വരില്ല. കാരണം ദിലീപ് അല്ല അത് ചെയ്തത്. ആയിക്കോട്ടെ, ദിലീപിനെ കുറ്റക്കാരനാക്കണം, ദിലീപ് കുറ്റക്കാരനാവണം, ദിലീപ് ഇതിൽ ഉൾപ്പെടണം എന്നൊന്നും എനിക്കില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ തെളിയിക്കപ്പെടണം. അല്ലാണ്ട് ഞാൻ ഒരു കാര്യം ഷുവറാണ്, പൾസർ സുനി മാത്രമല്ല അതിൻ്റെ പുറകിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ആരുടെയെങ്കിലും ഗൂഢാലോചനയാണ്, അത് ദിലീപിൻ്റെ അല്ലെങ്കിൽ വേണ്ട, ആരതാണെന്നുള്ളത് തെളിയണം. അതാണ് പരമമായ സത്യം ഈ ഭൂമിയിൽ ജയിക്കും. ആരാണ് സുനിയെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന് കണ്ടുപിടിച്ചാൽ ദിലീപ് എങ്ങനെ ഈ കേസിൽ പ്രതിയായി എന്നുള്ള സത്യം പുറത്തു വരണം. സത്യങ്ങൾ പുറത്തു വരുമോ എന്ന ഭയത്തിലാണ് പല നന്മമരങ്ങളും. ഞാൻ പീഡനത്തിൻ്റെ ഡെമോ ചെയ്യാനല്ല, മറിച്ച് ഗൂഢാലോചന ദിലീപിനെ നടത്തുമ്പോൾ റേപ്പ് ചെയ്യാൻ ഇത്രയേറെ സാധ്യത കുറഞ്ഞ, പിടിക്കപ്പെടാൻ സാധ്യത കൂടുതലുള്ള ദൃശ്യങ്ങൾ പകർത്താൻ സാധ്യത കുറഞ്ഞ ഒരു സാഹചര്യം തിരഞ്ഞെടുക്കുമോ എന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ന്യായീകരണം. പീഡിപ്പിക്കുന്ന ദൃശ്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, പീഡിപ്പിക്കുന്ന ദൃശ്യം പകർത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സെൻറ്റിമെൻറ്റ്സ് ഇരയ്ക്കാണ് പോവുക. പക്ഷെ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് അവരും കൂടി അറിഞ്ഞിട്ടുള്ള സംഭവമാണെന്നുള്ള ദൃശ്യം പുറത്തു വന്നാൽ അതാണ് ബ്ലാക്ക് മെയിലിംഗായി മാറുക. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഇത് ചോറ് പിന്നെ നമ്മളടുത്തുണ്ട്. 4 വർഷം പ്ലാൻ ചെയ്തു എന്നാണ് സുനി പറഞ്ഞത്. ഇത്ര വിഡ്ഢിത്തരം കാണിക്കാൻ ആരെങ്കിലും 4 വർഷം പ്ലാൻ ചെയ്യുമോ? രാത്രിയിൽ ഓടുന്ന കാറിന് പകരം റൂം തിരഞ്ഞെടുക്കാമല്ലോ, അല്ലെങ്കിൽ ഇതേ നടിയുടെ ഡ്രൈവറായിരുന്നു സുനിക്ക് നടിയെ ഉപദ്രവിക്കാനും ദൃശ്യങ്ങൾ പകർത്താനും കൂടുതൽ സൗകര്യപ്പെടുന്ന ഇടം തിരഞ്ഞെടുക്കാമല്ലോ. വളരെ മോശമായിട്ടാണ് കേട്ടോ ഈ എഴുത്തൊക്കെ. ആരാ നിൻ്റെ വീട്ടിലുള്ള ആൾക്കാരോ അത് കേൾക്കണവരോ പറഞ്ഞുതരോ, നിൻ്റെ അടുത്ത ആൾക്കാരോ പറഞ്ഞുതരോ എന്നുള്ള അറിയില്ല. പക്ഷേ ഇതൊക്കെ വായിക്കുന്ന നിന്നെ അന്ധമായിട്ട് ആരാധിക്കാതെ, പഴയ ബിഗ് ബോസ് ആണെന്ന് കരുതിയിട്ട് അന്ധമായിട്ട് ആരാധിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നീ എൻ്റെ മനസ്സിലേക്ക് ഇത് വായിക്കുന്ന സമയത്ത് എന്താ വരുന്നത് അറിയോ? ആ സ്ത്രീ അന്ന് പീഡിപ്പിക്കപ്പെട്ടുള്ള ആ ഒരു സംഭവത്തിനെ വളരെ വൃത്തികെട്ട രീതിയിൽ പരിഹസിക്കുന്ന രീതിയിൽ തോന്നാം. അഖിൽ മാരാർ അത്രയും വളരെ വൃത്തികെട്ട രീതിയിലാണ് ഈ ഒരു വിഷയം പരിഹസിച്ചിരിക്കുന്നത്. റൂം ബുക്ക് ചെയ്തുകൂടെയെന്നോ, ആരെങ്കിലും 4 വർഷം പ്ലാൻ ചെയ്യുമ്പോൾ രാത്രിയിൽ ഓടുന്ന കാറിന് പകരം റൂം തിരഞ്ഞെടുക്കാമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത്രയധികം ആ ഇരനെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഡയലോഗാണ് അഖിൽ മാരാരുടെ ഭാഗത്ത് കേട്ടോ. അത്രയധികം നമ്മൾ വികാരം കൊള്ളേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും അതുകൊണ്ടാണ് ഈ വിവരം കേട്ട പ്ലാനിങ് ഏതെങ്കിലും വിഡ്ഢിയുടെ തലയിൽ വിരിഞ്ഞതാകാമെന്ന് പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാണ് വ്യക്തമായി പറഞ്ഞത്. നിൻ്റെ പറച്ചിലൊന്നും വ്യക്തമായിട്ടില്ല, ഇതിപ്പോഴും വ്യക്തമായിട്ടില്ല. അല്ലാതെ നടി ഉപദ്രവിക്കപ്പെട്ടില്ല എന്നതല്ല, നടി ഉപദ്രവിക്കാൻ കഴിയും. എന്നാൽ ദിലീപിൻ്റെ ആവശ്യം നടിയുടെ മാനം കളയുന്ന ദൃശ്യങ്ങളാണല്ലോ. അത് ഈ രാത്രി ഓടുന്ന കാറിൽ നിന്ന് എങ്ങനെ കിട്ടാനാണ്? നീയാണല്ലോ. ഞാൻ എഴുതിയതിൻ്റെ പൊരുൾ മനസ്സിലാക്കാതെ കിടന്ന് ചിലക്കുന്ന മനുഷ്യരോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ്? നീ പറഞ്ഞത് ശരിയല്ല, അത് ഇപ്പോഴും പറയും. ഇനി അത് തിരിച്ച് അന്നെ മനസ്സിലാക്കാൻ തരാനും കഴിയില്ല. കാരണം സ്വന്തമായിട്ട് എന്തോ വലിയ പുണ്ണാക്കാണെന്ന് കരുതിയിരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല. എന്നിട്ട് ഇവൻ നേരെ പണ്ട് ആ മറ്റേ സ്വാമീൻ്റെ ലിംഗം കട്ട് ചെയ്തതിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് കെട്ടിച്ചമച്ച കേസ്. അതായത് ആ പണ്ട് ഞാൻ വായിച്ചുതരാം. പണ്ട് സ്വാമി ഗംഗേശാനന്ദയുടെ ലിംഗം ഒരു പെൺകുട്ടി മുറിച്ചു. റേപ്പ് ചെയ്യാൻ ശ്രമിച്ച സ്വാമിയുടെ ലിംഗം മുറിച്ച് പെണ്ണിനെ മുഖ്യമന്ത്രി ധീര വനിത എന്ന് വിളിച്ചു. ഞാൻ അന്ന് പറഞ്ഞു സ്വാമിയെ പെണ്ണ് കുടിക്കുകയാണെന്ന്. പലരും എന്നെ തെറി വിളിച്ചു. എന്തുകൊണ്ട് ഞാൻ അത് പറഞ്ഞു എന്നത് ഇതുപോലെ ഡെമോ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അതായത് ഒരു പുരുഷൻ്റെ ലിംഗം ശരീരത്തിൽ മറ്റെടുത്ത് പോട്ടെ. അതായത് പിന്നെ ഒരു മിനിറ്റ്. അല്ലാതെ പീഡിപ്പിക്കാൻ വരുന്ന നിമിഷം ഏത് കത്തി വീശിയാലും ഒരുത്തിക്കും ഒരാണിൻ്റെയും ലിംഗം മുറിക്കാൻ പറ്റില്ല. കാരണം കത്തി വീശുമ്പോൾ പേടിച്ച് സാധനം ചുരുങ്ങും. എന്താണ് നീ എഴുതുന്നത്? ഇതൊക്കെ നീ താരതമ്യം ചെയ്ത് പിന്നെ എന്താ പറയുക കമ്പയർ ചെയ്തിട്ട് എക്സാമ്പിൾ പറയുന്നത് ആ ഒരു സ്ത്രീ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവനോടുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ പല സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഇത്രയും സെൻസിറ്റീവായൊരു വിഷയത്തിൽ ഒരു സ്ത്രീ ഇത്രയധികം അനുഭവിച്ചിട്ടുണ്ട്. അവൻ്റെ വീട്ടിലും ഇല്ലേ സ്ത്രീകളൊക്കെ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചിന്തിക്കണ്ടേ? സപ്പോർട്ട് ചെയ്തോ? പക്ഷെ സപ്പോർട്ട് ഇതുപോലെ എഴുതുമ്പോൾ നിനക്ക് കിട്ടുന്ന കമൻസിൻ്റെയും തെറി കമൻസിൻ്റെയും കാര്യങ്ങളൊക്കെ അളവളന്നിട്ടും നീ ശോഭാ വിശ്വനാഥിനോട് ഇവന് ദേഷ്യമുണ്ടെന്ന് വിചാരിച്ചിട്ട് അന്ന് നടന്നിട്ടുള്ളൊരു സംഭവത്തിന് അറ്റ്ലീസ്റ്റ് പബ്ലിക് സ്പേസിൽ ഇവനെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ പറയാതിരുന്നോടെ. നാളുകൾ കഴിഞ്ഞപ്പോൾ പോലീസ് കണ്ടെത്തി പെൺകുട്ടി സ്വാമി. പോട്ടെ, ഡെമോ എന്നത് ഏത് കേസിലും യുക്തിബോധമുള്ള ഒരാളുടെ രീതിയാണെന്നാണ് വിവരം. CBI ഡമ്മി കൊണ്ട് നടക്കുന്ന രംഗങ്ങളും കയറ് കെട്ടി തൂക്കുന്ന ആളുകളുടെ വിവരവും ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇവിടെ വിവരം പോയോ? കുറേ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഊളായി മാറി ഒന്നുണ്ട്. റേപ്പ് ചെയ്യുന്നത് ബോധ്യപ്പെടുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ വഴിയാണ്. ഈ കേസിൽ ഇര അതിന് തയ്യാറായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. സത്യമാണ് കേട്ടോ, അത് തയ്യാറായിട്ടില്ല. അത് ഞാൻ ഇവനോട് യോജിക്കുന്നു, ഈ ഒരു വാക്കിനോട് യോജിക്കുന്നു. എന്ത് കാരണം കൊണ്ടാണെന്ന് അഖിൽമാരാർക്ക് അറിയോ? അറിയാതിരിക്കില്ല. അതും കൂടി അഖിൽ പറയാൻ പറ്റുമോ? അതിനുള്ള ആർജവമുണ്ടോ എന്ന് ചെറിയൊരു സംശയം. അതുകൊണ്ട് ഹൈക്കോടതിയിൽ സുനിയെ വെറുതെ വിട്ടാലും അത്ഭുതപ്പെടാനില്ല. ഡൽഹിയിൽ കൂട്ടബലാത്സംഗം നടത്തിയ പ്രതികൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ചെയ്തത്? റേപ്പ് ചെയ്തു, ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. എങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ കരിയർ തകർക്കുന്നത്? അത്തരം ദൃശ്യങ്ങൾ പ്രചരിച്ചാൽ അത് നടിയോടുള്ള അനുകമ്പ വർദ്ധിക്കാനും അതുവഴി കൂടുതൽ അവസരങ്ങൾ കിട്ടാനും കാരണമാകും എന്ന് തിരിച്ചറിയാൻ ബോധമില്ലാത്ത വിഡ്ഢിയാണോ ദിലീപ്? ദിലീപിനെ താങ്ങുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായി. താങ്ങിക്കോളൂ. നമ്മൾ അയാൾ കുറ്റക്കാരനല്ലാന്നുണ്ടെങ്കിൽ ഒരു നിരപരാധിയായിട്ടുള്ള ദിലീപ് ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത്. പക്ഷെ എന്നാലും പറയാണ്, എടോ അതൊരു അത് മനസ്സിലാക്കാനുള്ള മൂള ഈ ചങ്ങായിക്ക് നഷ്ടപ്പെട്ടോ? ഇവൻ എന്തേ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതായത് ഭീഷണിപ്പെടുത്തിയിട്ട് വഴങ്ങിക്കൊടുക്കുന്ന രീതിയിലൊരു രംഗം ചിത്രീകരിക്കാനാണ് പറഞ്ഞതെങ്കിലോ ചങ്ങായി, ഇവൻ എന്താണത്? വിഡ്ഢിയായത്. ഇനി ബിഗ് ബോസിലും പുറത്തും എന്നോട് ശത്രുത കാണിച്ചു നടക്കുന്ന ഒരു സ്ത്രീ, അതാണ് ഇവൻ്റെ പ്രശ്നം. ഇത് തലയ്ക്ക് കയറുന്ന സമയത്ത് എഴുതുന്ന സംഗതികൾ ശ്രദ്ധിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. ശോഭാ വിശ്വനാഥനും റിയാസ് അലിയും ഇങ്ങനത്തെ ആൾക്കാരോട് ദേഷ്യമുണ്ട് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോൾ സ്വന്തം വില ഇടിഞ്ഞു പോവുകയാണ്. സ്വന്തമായിട്ടുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, ഉള്ളിലുള്ളതാണ് ആളെന്ന് അറിയില്ല, എന്തായാലും ആ ഒരു വില ഇടിഞ്ഞു പോവുകയാണെന്നുള്ളത് അഖിൽമാരാർ മനസ്സിലാക്കുക. അവരെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അതിന് പിന്നിൽ ഞാനാണെന്ന് പറഞ്ഞ് സമൂഹം അത് ഏറ്റെടുത്ത് നടന്നാൽ സത്യമാകുമെന്നുണ്ടോ? എന്നെ കൊടുക്കാൻ അവരെ മറ്റുള്ളവർ ദിലീപാണ് ഇത് ചെയ്തത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ ദിലീപിനെ കൊടുക്കാൻ മറ്റുള്ളവർ ചെയ്തതാണ് എന്ന് വിശ്വസിക്കാനുള്ള അവകാശം എനിക്കുമുണ്ട്. ഡെഫിനറ്റ്ലി യെസ്, ദിലീപാണ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നതല്ല. പക്ഷേ സാഹചര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ദിലീപിന് അത്ര ഫേവറബിൾ ആയിരുന്നില്ല. അതാണ് സംഭവം. അത് ദിലീപ് അല്ലാന്നുണ്ടെങ്കിൽ പൾസർ സുനി മാത്രമാണെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ പറയട്ടോ. എൻ്റെ ഒരു നിലപാട് അതാണ് കേട്ടോ. നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്ന വിവരക്കേട് ആവർത്തിക്കുന്നു. ഞാൻ യുക്തിഭദ്രമായ സംശയങ്ങൾ പങ്കുവയ്ക്കുന്നു. അത് യു ഗോട്ട് എവറി റൈറ്റ് ടു പുട്ട് ഔട്ട്. കാരണം വെച്ചാൽ ബിക്കോസ് അത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജാണ്. പിന്നെ ഇതിലൊന്നും ആൾക്കാർ മറുപടി പറയുന്നവർ, ഇപ്പോൾ മറുപടി പറയുന്നവർ, ഇത് ചർച്ച ചെയ്യുന്ന ആൾക്കാരും വിഡ്ഢികളാണ്, പമ്പര വിഡ്ഢികൾ, കഴുതകൾ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. അല്ലാത്ത രീതിയിൽ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അത് അവൻ്റെ വീട്ടിൽ മാത്രം പറയുക. ഇപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ അതിന് അഭിപ്രായം പറയും. അപ്പോൾ ആ അഭിപ്രായം പറയുന്ന ആൾക്കാർ ഓവറായിട്ട് തെറിയും കാര്യങ്ങളും പറയുകയാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഡീൽ ചെയ്യുക. ആശയപരമായിട്ട് അല്ലെങ്കിൽ എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വേറെ എന്തെങ്കിലും അജണ്ട ഉണ്ടെന്ന് തോന്നുന്ന ആൾക്കാർ വല്ലതും പറയുകയാണെങ്കിൽ അവർ വിഡ്ഢികളാണ്, അവരൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഓഫ് ചെയ്തിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കഥ അടച്ചിട്ട് അവനവൻ്റെ വീട്ടിലുള്ള ആൾക്കാരോട് മാത്രം സംസാരിക്കുക. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടിയൊക്കെ കേട്ട് അവനവന് സന്തോഷമായിട്ട് രാജാവായിട്ട് വാഴാം. അതല്ലാതെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ജനം പ്രതികരിക്കും, അല്ലെങ്കിൽ യാതൊരുവിധ സംശയമില്ല. എനിക്കിപ്പോൾ എത്ര മാത്രമേ ഉള്ളൂ, ഈ 2 പോസ്റ്റിലും ഇവൻ ആ നടിയെ അപമാനിച്ചു. ഒരു കണ്ണിച്ചോരില്ലാത്തൊരു മനുഷ്യനില്ലേ, ഒരു കണ്ണിച്ചോരല്ല ആ ഒരു സ്ത്രീ അനുഭവിച്ച കാര്യങ്ങളോട്. അയ്യോ, ആ സ്ത്രീക്ക് അങ്ങനെ അൾട്ടിമേറ്റ്ലി അത് അനുഭവിച്ചല്ലോ. ആ ഓടുന്ന ആ വണ്ടിയിൽ ആ ക്രൂരമായ പീഡനം ഒരിക്കലും അവനാൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് വന്നാൽ സഹിക്കുമോ? ഇല്ലല്ലോ. അത് മനസ്സിൽ വെക്കാത്തൊരു വ്യക്തിയുടെ സംസാരം പോലെ തോന്നി. സ്വന്തമായിട്ട് എന്തൊക്കെയോ ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന സംഭവമാണ്. പിന്നെന്താ വെച്ചാൽ വീടിനടുത്ത് കിടന്ന് ഉരുളാനും ഇതൊക്കെ ന്യായീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിവുള്ളതുകൊണ്ട് തിരക്കടില്ല, മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ അല്ലേ. പക്ഷെ എത്ര കാലം പോകുന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ഏതെങ്കിലും അറ്റ് സം പോയിന്റ് ഓഫ് ടൈം എന്താണിതിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ദിലീപ് കുറ്റക്കാരനാണ്, ദിലീപാണിത് പറഞ്ഞ് ചെയ്യിപ്പിച്ചത് എന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. പക്ഷേ ഇതിന് പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യം അത് അവൻ്റെ ബുദ്ധി അല്ലെങ്കിൽ ആ 4-5 എണ്ണത്തിൻ്റെ ബാക്കി കൊണ്ട് കംപ്ലീറ്റ് ആ കൃത്യം മാത്രമല്ല, ഈ 8 വർഷം ഇതിനെ ഡ്രാഗ് ചെയ്ത് നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ വെച്ച് നോക്കുന്ന സമയത്ത് അത് ഈ ഇവൻ്റെ കയ്യിൽ നിന്ന് മാത്രമല്ല എന്ന് വിശ്വസിക്കാനുള്ള ആ ഒരു വിധം മിനിമം ഇതൊക്കെ ഉള്ള ആൾക്കാരിൽ കൂട്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇന്നലെ ദിലീപിൻ്റെ ഒരു ട്രെയിലർ ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. സിനിമ നോക്കുന്നത് അതൊക്കെ സിനിമയാണ്, സിനിമ ക്യാരക്ടർ ആ ഒരു രീതിയിൽ അതിനെടുക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. എന്തായാലും
ഇതാണ് നമ്മുടെ അഭിപ്രായം. ഇനി വലിച്ചു കിട്ടുന്നില്ല, ഒരുപാട് ലെങ്തി ആയി കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ബൈ.